നിങ്ങൾ ഒരന്തമാണോ? ഇങ്ങനെ ചോദിച്ചാൽ ഒരിക്കലുമല്ല എന്നായിരിക്കും ഇത് കേൾക്കുന്നവരിൽ ഭൂരിഭാഗം പേരുടെയും മറുപടി. കാരണം അന്തം എന്നാൽ നമ്മുടെ നാട്ടിൽ അന്തം കമ്മി മാത്രമാണ്. അന്തം കമ്മി എന്നാൽ CPM-നെയും അതിന്റെ നേതാക്കളെയും അന്ധമായി അല്ലെങ്കിൽ അന്തം വിട്ട് പിന്തുടരുന്നവർ. അവർ പറയുന്നത് ശരിയായാലും തെറ്റായാലും വിഴുങ്ങുന്നവർ. നേതാക്കൾക്കും പാർട്ടിക്കും വേണ്ടി നാട്ടിൻപുറത്തെ കവല മുതൽ സോഷ്യൽ മീഡിയയിലും TV ചാനലുകളിലും വരെ യുദ്ധം ചെയ്യുന്നവർ. പക്ഷേ CPM-കാർ മാത്രമാണോ അന്തങ്ങൾ? അല്ല. ഏതൊരു സംവിധാനത്തെയും കണ്ണുമടച്ച് വിശ്വസിക്കുകയും ഇടം വലം നോക്കാതെ അതിനുവേണ്ടി ചാവേറാകാൻ തയ്യാറായി നിൽക്കുകയും ചെയ്യുന്നവരെല്ലാം അന്തം വിട്ട അന്തങ്ങൾ തന്നെയാണ്. അന്തം കമ്മി മാത്രമല്ല, അന്തം കൊങ്കിയും അന്തം സംഘിയും അന്തം ഹിന്ദുവും അന്തം മുസ്ലിമും അന്തം ക്രിസ്ത്യാനിയുമെല്ലാം നമുക്കിടയിലുണ്ട്. ഏത് രാഷ്ട്രീയവും മതവും പ്രത്യയശാസ്ത്രവും പിന്തുടരുന്നവരായിക്കൊള്ളട്ടെ, നിങ്ങളൊരന്തമാണോ എന്ന് എങ്ങനെ അറിയാം? അതിന് ഇനിയുള്ള ചോദ്യങ്ങൾക്ക് ഒറ്റ വാക്കിൽ ഉത്തരം നൽകാൻ ശ്രമിക്കുക. പിന്തുടരുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ മതത്തിന്റെ നേതാക്കൾ ചെയ്യുന്നതും പറയുന്നതുമെല്ലാം ശരിയാണെന്ന് കണ്ണുമടച്ച് വിശ്വസിക്കുന്നവരാണോ നിങ്ങൾ? അവർക്കെതിരെ ആരോപണങ്ങൾ ഉയരുമ്പോൾ അതിന്റെ നിജസ്ഥിതി അന്വേഷിക്കാതെ തന്നെ വാസ്തവ വിരുദ്ധമാണെന്ന് ഉറപ്പിക്കുന്നവരാണോ നിങ്ങൾ? സ്വന്തം നേതാക്കളുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായി എന്ന് ബോധ്യമായാലും പാർട്ടിയുടെ സമുദായത്തിന്റെ നിലനിൽപ്പിന് ആ വീഴ്ച കണ്ടില്ലെന്ന് നടിക്കണമെന്നും ആരോപണങ്ങൾ ഉന്നയിച്ചവരെ ഏതു വിധേനയും ഒതുക്കണമെന്നും കരുതുന്നവരാണോ നിങ്ങൾ? തെറ്റിനു നേരെ ചൂണ്ടുന്ന വിരലുകളെ പിന്തുണയ്ക്കണമോ എതിർക്കണമോ എന്ന് രാഷ്ട്രീയവും മതവും മാത്രം നോക്കി തീരുമാനിക്കുന്നവരാണോ നിങ്ങൾ? ഈ 4 ചോദ്യങ്ങളുടെയും ഉത്തരം ആണ് എന്നാണെങ്കിൽ സംശയിക്കേണ്ട, നിങ്ങളും ഒരന്തമാണ്. നമ്മുടെ രാഷ്ട്രീയ മത നേതാക്കൾക്ക് ധാർമ്മികതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മാറിമറിഞ്ഞതിന് കാരണം അനുദിനമെന്നോണം പെരുകിക്കൊണ്ടിരിക്കുന്ന അന്തങ്ങളുടെ അംഗബലമാണ്. വ്യക്തിപരമായി ഉറപ്പില്ലാത്ത ഒരു വിഷയത്തിൽ എന്റെ നേതാവിനെയോ പാർട്ടിയെയോ മതത്തെയോ സംരക്ഷിക്കാൻ, എതിരാളികളെ താറടിക്കാൻ ഒരു പോസ്റ്റോ കമന്റോ ഇട്ടിട്ടുള്ള ആളാണോ ഞാൻ? അതെ എന്നാണ് ഉത്തരമെങ്കിൽ ഓർക്കുക, ഒരേ സമയം സ്വന്തം മനസ്സാക്ഷിയെയും നിങ്ങളെ വിശ്വസിക്കുന്നവരെയും നിങ്ങളുടെ വരും തലമുറകളെയും നിങ്ങൾ വഞ്ചിക്കുകയാണ്.